എല്ലാവരും മുഖം കഴുകുന്ന ബോധം തെളിയാനാ. എന്റെ അച്ഛൻ മുഖം കഴുകുന്ന ബോധം കെടാനാ. അച്ഛാ, നമ്മുടെ ജീവിതം നമ്മളാ ഉണ്ടാക്കേണ്ടത്. അച്ഛൻ നോക്ക്, അച്ഛൻ എന്റെ വരുമാനം അറിയാം. ഞാൻ അച്ഛനെ പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടാറില്ല. ഉള്ള വസ്ത്രം വൃത്തിയായി നനച്ച് കഴുകി ഭംഗിയായി ഇടാൻ പഠിക്കണം. ഇതൊന്നും നിന്റെ അഭിപ്രായമല്ല, ഇതൊക്കെ പണ്ട് കസ്തൂർബ പറഞ്ഞിട്ടുള്ളതാ. അതിരിക്കട്ടെ, അച്ഛൻ രാവിലെ എത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? പഞ്ചായത്ത് കിണറ്റിൽ ഇന്നലെ രാത്രി ഒരു പശു വീണ് ചത്തെന്ന്. അതിന് അച്ഛൻ പോകേണ്ട കാര്യം? നമ്മളൊന്ന് പോയി അന്വേഷിച്ചില്ലെങ്കിൽ അത് പഞ്ചായത്തുകാർക്ക് മോശം മോളെ. മിനി കസ്തൂർബ, ഗുഡ് മോർണിംഗ്. എന്താ? കുറച്ച് എണ്ണ കാണൂ എടുക്കാൻ? വിൽപ്പനയ്ക്കില്ല. വിൽപ്പനയ്ക്കല്ല, തലേ തയ്യാനാ. കൊണ്ടുവാന്ന് കൊണ്ടുവാന്ന്. ആരോടായി ആജ്ഞാപിക്കുന്നത്? കൊച്ചി തമ്പുരാനോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ദാ, ഇത്ര ചെറിയ കുപ്പി കിട്ടിയുള്ളൂ? ആ, ഈ കുപ്പി എവിടെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ദേ, ഇന്ന് നിന്നെന്ന് കരുതി ഇതൊരു ശീലമാക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഗാന്ധി ജയന്തി പ്രമാണിച്ച് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചത്തെ ശുചീകരണ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പണം ആവശ്യമുണ്ട്. കുറച്ചെങ്കിലും നാട്ടുകാരിൽ നിന്നും പിരിച്ചേ പറ്റൂ. പിരിവിന്റെ ഉദ്ഘാടനം നമുക്ക് നമ്മുടെ പുതിയ ഡോക്ടറെ കൊണ്ട് സാധിപ്പിക്കാം. അന്യനാട്ടിൽ നിന്നും വന്ന ആളായതുകൊണ്ട് 10 പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാനെങ്കിലും നമ്മൾ ചോദിക്കുന്ന പണം തീർച്ചയായും തരും. മോർണിംഗ്. ഇരിക്കാൻ പറയേണ്ടതാണ് അതിന്റെ മര്യാദ. പക്ഷെ ഇവിടെ ആകെ 2 കസേരയുണ്ട്, നിങ്ങൾ 4 ആൾക്കാരുണ്ട്. ഇതിലാരെ ഇരുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ഞങ്ങൾ നിന്നോളാം. ഓൾ റൈറ്റ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ കസ്തൂർബ വനിതാ സമാജത്തിന്റെ ഭാരവാഹികളാ. ജസ്റ്റ് എ മിനിറ്റ്. യെസ്, അതെ, നാളെ വൈകിട്ട് കാണാൻ ശ്രമിക്കാം. ആ കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ ഭാരവാഹികളാ. ഞങ്ങൾ ഈ ഗാന്ധി ജയന്തി ദിനത്തില്. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ജെയിംസ് എപ്പോഴും കൊടുത്തേച്ചല്ലോ, രാവിലെ തന്നെ. ഓ യെസ്. ഗാന്ധി ജയന്തി ദിനത്തില് ഞങ്ങളൊരു ശുചീകരണ പരിപാടി നടത്തും. വൺ മൊമെന്റ്. എങ്ങനുണ്ട്? ഒമിറ്റിംഗ് ഉണ്ട്. അത് തന്നെ കൊടുത്താൽ മതി. ഗാന്ധി ജയന്തി ദിനത്തില് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോ ആവർത്തിക്കാൻ ഞങ്ങൾ ടേപ്പ് റെക്കോർഡറൊന്നുമല്ല. ഒന്നുകിൽ കേൾക്കാനുള്ള മനസ്ഥിതി വേണം, അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത കാണിക്കണം. രണ്ടും ഉണ്ടാകുമായിരുന്നു നിങ്ങൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ. റൈറ്റ്. നൗ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. സാമൂഹ്യ സേവനം സമം സംഭാവന. നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇഷ്ടമുള്ളത് തരാം. ഇഷ്ടമുള്ളതാണ് ഞാൻ തരുന്നത്. അത് വിൽപത്രത്തിൽ എഴുതി വയ്ക്കും. നിങ്ങൾക്ക് എത്ര തുക ആവശ്യമുള്ളതെന്ന് പറയും. ഞങ്ങൾ 500 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 500 rupees. സാമൂഹ്യ സേവനത്തിന് തൽക്കാലം എന്റെ ബഡ്ജറ്റ് 100 രൂപയാണ്. ഒരു ഡോക്ടറിൽ നിന്ന് ഇത്ര തുച്ഛമായ തുക ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്താ 500 രൂപയെ കുറഞ്ഞ സംഭാവന വാങ്ങിക്കാൻ പാടില്ലെന്ന് കസ്തൂർബ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ഡോക്ടർ മനസ്സിലാക്കിയാൽ കൊള്ളാം. സാമൂഹ്യ പ്രവർത്തകരോട് സംസാരിക്കാൻ പഠിക്കണം, പെരുമാറാൻ പഠിക്കണം. FRCS കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ചെറിയ കാര്യം. ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്ക് ആവശ്യം ക്ഷമയും വിനയവുമാണ്. അത് രണ്ടും ഐ എം സോറി നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഈ സമാജത്തിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കസ്തൂർബ ഗാന്ധിയോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമായിരിക്കും. ആശുപത്രിയാണെന്ന് കരുതി നിങ്ങളെ മാത്രം മാനിച്ചുകൊണ്ട് കസ്തൂർബ വനിതാ കേന്ദ്രത്തിന് ഞാൻ 1000 രൂപ സംഭാവന നൽകാൻ പോകും. നാളെ രാവിലെ ഒന്ന് ചെക്ക് വാങ്ങിച്ചു. ഓക്കെ? എന്തുവാ ഉള്ളിലെ ധാരണ? എനിക്കതാ മനസ്സിലാവാത്തത്. സാമൂഹ്യ സേവനം സമം സംഭാവന. ഓ, എന്തൊരറിവ്! ഇങ്ങനൊരു ചിരി, പിന്നൊരു ഓക്കെ. ഇവിടെ കിടന്ന ആളായാലുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ നാടാ. ഞാൻ എന്താളായെന്നാണ് നീ പറയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തു പോകാനും സമ്മതിക്കില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതിനു മുമ്പ് എന്റെ പഴയ പട്ടാള ക്യാമ്പാ. കല്യാണം എന്ന് പറഞ്ഞാലും പൊലകുളി എന്ന് പറഞ്ഞാലും എനിക്ക് പണ്ടത്തുമ്മേ പലിശ അടക്കമുള്ള കാശ് തന്നിട്ട് എടുത്തോണ്ട് പോ. കാര്യം നടത്ത്.
10-30 വർഷമായിട്ട് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളല്ലേ മുതലാളി. അതെങ്കിലും ഓർത്തൊരു സാവകാശം തരണം. ഇപ്പൊ ആ പണ്ടം ഇങ്ങ് തന്നാട്ട് ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ തുക മടക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, വെറുതെ സമയം കളയാതെ. അച്ഛാ, ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് രാഘവൻപിള്ള നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാ. അതുകൊണ്ട് അല്പം അലിവ് കാണിച്ചൂടെ? പോളിയായിരുന്നു. എന്നെ ആരും ഉപദേശിക്കാൻ വേണ്ട. വിവാഹത്തിന് മുമ്പ് നിന്റെ വീട്ടുകാർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ആദ്യം അത് പാലിക്കാൻ പറ, എന്നിട്ട് എന്നെ അവതാരം പഠിപ്പിക്കാം. എനിക്ക് പണമാ വലുത്. കുഞ്ഞു ഒരു സ്ത്രീയല്ലേ, അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഇവിടെ പണയത്തിലിരിക്കുന്ന ആ പണ്ടൊന്ന് എടുത്തു തന്നാൽ എന്റെ മോൾക്കൊരു ജീവിതം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജീവിച്ചിരിക്കില്ല. ദാ, വിവാഹ നിശ്ചയം നാളെയാണ്. അതൊരിക്കലും മുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സംഘടന ഉണ്ടല്ലോ, അതിന്റെ പേരിൽ കൊടുത്തായിട്ട് വന്നാ മതി. മറ്റാരും അറിയരുത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അവിടെ നിന്ന് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. എന്താ ഇവിടെ? മിനി അറിയില്ലേ? കൊള്ളാം. കസ്തൂർബയുടെ ഏറ്റവും അടുത്ത ആളല്ലേ? വല്ല സംഭാവനയും കൊടുക്കാൻ വന്നാണോ? അതെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ സന്മനസ്സുള്ളവരും ഈ ലോകത്തുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ നല്ല ആളല്ലെന്നായി പറഞ്ഞു വരുന്നത്. ആ, പോര് തീപ്പെട്ടി എടുത്തുണ്ടോ? എന്താ? തീപ്പെട്ടി കൊണ്ടുവരാൻ. എന്താ അത്? ഭാര്യ വിടോ വന്നോണ്ട് തീപ്പെട്ടി ചോദിക്കാൻ? എടുത്തോണ്ട് വരാമെന്നല്ല, എടുത്തോണ്ട് വാ. എന്നാ പിന്നെ എനിക്കങ്ങ് തിരിച്ചു പറയരുതോ? ഒക്കൂലെന്ന്. അതും പറ്റുന്നില്ലല്ലോ, പണ്ടാരം. ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ മനഃപൂർവ്വം ക്ഷണിക്കാത്തത്. അതിനകത്ത് കൺഫ്യൂഷന്റെ ഒരു പ്രളയം. ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് അല്ലേ? ചെരുപ്പിരിക്കേണ്ടിടത്ത് നിലവിളക്കിരിക്കും, നിലവിളക്കിന്റെ സ്ഥാനത്ത് ചെരുപ്പ് ഇരിക്കും. ഫാനിന്റെ സ്വിച്ചിന് എന്തോ കേടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ആരോ നന്നാക്കിട്ട് പോയല്ലോ. താങ്ക്സ്. പുതിയതായി വന്ന ഡോക്ടറെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഏറെ പ്രതീക്ഷയും. താങ്ക് യു. വരട്ടെ. ആ. തീപ്പെട്ടി ഉണ്ടോ? വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. ആശുപത്രിയുടെ സൽപ്പേരിന് വേണ്ടി ഇയാളെ വെച്ചിരിക്കുന്നതെന്നാ അളിയൻ പറയുന്നത്. ഇയാൾ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ആശുപത്രിക്ക് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങൾക്കും ക്ഷീണമാണ്. ഏത് ഡോക്ടർ മരുന്നിന് കുറിച്ചു കൊടുത്താലും എന്തിനാ ദേവന്റെ കുറിപ്പ് പോലും രോഗികൾ കൊണ്ടുചെല്ലുന്നത് അയാളുടെ അടുത്തേക്കാ. അയാളുടെ ഭാഷയിൽ പുല്ലും വൈക്കോലും കഴിച്ചാൽ രോഗം മാറുമെന്ന. പിന്നെ എന്തിനാ മെഡിക്കൽ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്നത്? ലാബറട്ടറിയിലെ കാര്യം അത് തന്നെ. ഇങ്ങേര് വന്ന പിന്നെ ഒരസുഖത്തിനും രക്തവും നോക്കണ്ട, മൂത്രവും നോക്കണ്ട. എന്നിട്ട് അയാളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. അത് ആൾക്കാരെ പൊടിയിട്ട് വെച്ചേക്കാമാവാ. എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ഡോക്ടറെ പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പാടില്ല. അത് ആശുപത്രിക്ക് ക്ഷീണമാണ്. അളിയന് സ്വന്തം ആശുപത്രി, സ്വന്തം പണം, സ്വന്തം പലിശ, അതിനപ്പുറം ഒരു കാര്യവുമില്ല. പക്ഷേ എന്റെ മെഡിക്കൽ ഷാപ്പിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇയാളുടെ പോക്കെങ്കിൽ ഇവൻ അധികാലം ഇവിടെ ഇരിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് കിടന്നിട്ട് ഒരു സമാധാനമില്ല. സമാധാനക്കേടിന് ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായി? ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നു. അവനെ ഇനി വരുത്തിയാലോ കുറിപ്പേ? അയ്യോ, എപ്പോഴും അങ്ങനെ മടി പിടിച്ചെടുത്താൻ പറ്റുമോ? സ്വന്തം കാലിൽ നിന്ന് പഠിക്കട്ടെ. ഇന്നലെ അല്ലയോ ജോമോ കുഞ്ഞു ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചത്? കിടന്നുറങ്ങിയാട്ടെ. നാളെ ഒരു വിശേഷ ദിവസമാണ്. നാളെ ഈ ബനിയൻ ഇട്ടുകൊണ്ട് വേണം. ഇത് ലണ്ടൻ മേക്കാണ് സാധനം. പട്ടാളം എന്നെ കാണാൻ വരാൻ. ഏറ്റോ? ഓ, ഏറ്റു. എന്താണാവോ വിശേഷം? നാളെ എന്റെ പിറന്നാളാണ്. നാളെയാണോ പറഞ്ഞത്? അപ്പൊ ആഘോഷം വല്ലതും? ആ, അതൊക്കെ നമുക്ക് നാളെ വെച്ചേക്കാം. ഓ, ഗുഡ് നൈറ്റ്. ആ. ലണ്ടൻ. പണം ഉണ്ടെങ്കിൽ കൈ വെച്ചോണം. ബനിയം വാങ്ങി വിതരണം ചെയ്യണമെങ്കിൽ അനാഥ മന്ദിരത്തിൽ കൊടുത്തേക്കണം. എന്റെ അച്ഛനെ ബനിയം വാങ്ങി കൊടുത്തോണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നും നേടാൻ വേണ്ടി അല്ലല്ലേ ഞാൻ ബനിയം വാങ്ങിച്ചു കൊടുത്തത്. എന്നെ പോലെ മറ്റൊരു മനുഷ്യനെന്ന് കരുതി ഞാൻ ഒരു ബനിയം കൊടുത്തു. അതിലിത്ര തെറ്റെന്താ ഉള്ളത്? അല്ല, അതിന്റെ പിന്നിലെ ദുരുദ്ദേശം എനിക്കറിയാം. ദുരുദ്ദേശം? ആ, അത് തന്നെ. എന്റെ അച്ഛന് ബനിയം വാങ്ങി കൊടുക്കുക,
അച്ഛൻ വീട്ടിൽ വന്ന് പറയാ, ഓ ആ ഡോക്ടർ എത്ര വലിയ മനുഷ്യൻ, ദാനശീലൻ. അത് കേൾക്കുമ്പോ എന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. കസ്തൂർബാ ഗാന്ധി ആണയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ എപ്പോഴോ സ്വാധീനിച്ചു കഴിഞ്ഞു. നിങ്ങളത് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടികൾ ബുദ്ധിമതികളാണ്. അവർ ഒന്നും ആദ്യം സമ്മതിക്കാറില്ല. പ്രിയപ്പെട്ട മിനി കസ്തൂർബ, നിങ്ങൾ എൻ്റെ സ്വാധീനത്തിലാണ്. നിങ്ങൾ പൂർണ്ണമായും എൻ്റെ സ്വാധീനത്തിന് കീഴിലാണ്. നിന്റെ ഈ ചടുലതയും വർത്തമാനത്തിലെ കുറുമ്പും ഈ മിനിയേച്ചർ സൈസും എൻ്റെ മനസ്സിനെയും ആദ്യമായി സ്വാധീനിച്ചിരിക്കുന്നു. കുറുമ്പോ? എനിക്കോ? ഞാൻ വെറും ഒരു പാവമാണ്. അങ്ങയുടെ ആജ്ഞാശക്തി എന്നെ തളർത്തിക്കളയുന്നു. അത് പുറത്തു കാട്ടാതിരിക്കാനാണ് ഞാൻ കുറുമ്പ് കാണിക്കുന്നത്. ഡോക്ടർ സാർ ഒന്ന് കാത് തുറക്കണേ. എന്റെ കുഞ്ഞിന് പെട്ടെന്നൊരു തലകറക്കോ ഛർദ്ദിലും വന്നു. ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. സാറ് വന്ന് നോക്കണം. ഓരോ ആൾക്കാരുടെ സൗകര്യത്തിന് വരാനിരുന്ന എനിക്ക് അതിനെ നേരം കാണത്തുള്ളൂ. അതിനാ ആശുപത്രി പണിതിട്ടിരിക്കുന്നത്. അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങൾ പോണം. ഞാൻ രാവിലെ കണ്ടോളാം. സാർ ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ ദേവേട്ട, ഒന്ന് പോയിട്ട് വരൂ. കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യരുത് ദേവേട്ട. ദൈവമോ? പണമാടി എനിക്ക് ദൈവം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളു. പേടിക്കാനൊന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ മീര, എനിക്ക് ചെറിയൊരു ബർത്ത്ഡേ കാർഡ് അയച്ചിരിക്കുന്നു. ഇത്ര എടുത്ത് താമസിച്ചിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതാണ് കള്ളത്തരം. എന്താ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചു നോക്കിയേ. മുഖം മൂടി മാറ്റൂ, മണിമുത്തായി വരൂ. എനിക്ക് എവിടാ മുഖം മൂടി? ആ, സാഹിത്യമൊക്കെ പഠിച്ച ഡോക്ടറാ. അപ്പൊ നീ എല്ലാം അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിന്റെ ബർത്ത്ഡേ എങ്ങനെയാ അങ്ങനെ അറിയുന്നേ? അയ്യോ, എന്റെ അച്ഛൻ പറഞ്ഞു കാണും. ഒരാളെ കിട്ടിയ ഉള്ളിലുള്ള മുഴുവൻ അരച്ചിങ്ങ് എടുക്കും. നോട്ടമോ ആത്മാവിന്റെ ഉള്ളിലേക്കല്ലേ കണ്ണി കൂടെ നോക്കുന്നത്. എന്നിട്ട് എന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയില്ലല്ലോ ഇതേവരെ. അതിന്റെ അർത്ഥം അങ്ങേർക്ക് നിന്നെ ഇഷ്ടമാണെന്നാ. ഇഷ്ടോ? എന്നെയോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? മുന്നറിയിപ്പ് കൂടാതെ വന്നാലേ സത്യാവസ്ഥ അറിയാൻ പറ്റും. ദേ വീടും അടച്ചുപൂട്ടി എവിടെയോ കറങ്ങി നടക്കാൻ പോയിരിക്കുക. ആശുപത്രിയിലും ചെന്നിട്ടില്ല. പിന്നെ ഇതെവിടെ പോയി? എങ്ങനെയുണ്ട് പരിശ്രമം എന്ന് നോക്കിക്കേ കുറിപ്പേ. പരിസരം ഡോക്ടറെ കാണാൻ വന്നാണോ? ആ, ഡോക്ടറുടെ ആരാ? ഗ്രാൻഡ് മദറാ. അങ്ങോട്ടിരിക്കാം. വരൂ, വരുന്നേ. റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പ് ഉണ്ട് ഇന്ന്. ഇവിടുന്ന് 4 കിലോമീറ്റർ അകലെയാണ്. ഡോക്ടർ വരാൻ രാത്രിയാവും. അതെങ്ങനെ അറിയാം? അച്ഛൻ പറയുന്ന കേട്ടു. ജോമോ കുഞ്ഞിന്റെ ആഹാരകാര്യത്തെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ, അവന്റെ ആഹാരമൊക്കെ എങ്ങനെയാ? രാവിലെ ചിലപ്പോ മുട്ട കഴിക്കും. ഉച്ചയ്ക്ക് ആശുപത്രിയില് ചോറ് വാങ്ങിച്ചു കഴിക്കും. രാത്രി ചിലപ്പോ കഴിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൊട്ടി മുരിച്ച് കഴിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നിനക്കെങ്ങനെ അറിയാം? അത് അച്ഛനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പുതിയ ഡോക്ടറെ പറ്റി നാട്ടുകാർക്ക് എന്താ അഭിപ്രായം? അയ്യോ, വലിയ കാര്യ.
മുമ്പ് വന്നവരെ പോലെ തണ്ടും പോസൊന്നുമില്ല. ഇനി ഡോക്ടർ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞാ വിടത്തുമില്ല. ആര് വിടത്തില്ലെന്ന്? നാട്ടുകാര്. ഞാൻ വിചാരിച്ചു ഈ കറണ്ട് പോക്ക് അവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലായിടത്തും ആയോ? സുഖം. ജീരകവെള്ളം എനിക്ക് വേണ്ട. ഇവിടത്തേക്കാ. എവിടത്തേക്ക്? ഇവിടത്തേക്ക്. അച്ഛനല്ലേ ഇവിടെ? ഇല്ല. ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു പതിവുണ്ടെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് കുഴപ്പം? അപ്പന്റെ മോൻ തന്നെ